ആ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊരുപാട് പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് രാജി. നമ്മൾ ഒരുപാട് പേരെ കാണുന്നതാണ്. എൻ്റെ രാജി ആദ്യമായിട്ട് കാണുന്നത് അമൃത ടി വിയിൽ ഞാനന്ന് ജഡ്ജായിട്ട് ആ പരിപാടിക്ക് പോകുന്നുണ്ട്. സെലിബ്രിറ്റി ജഡ്ജായിട്ട് ആ പരിപാടിക്ക് പോകുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം രാജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ എനിക്ക് എവിടെയോ നല്ല കണ്ട് പരിചയമുണ്ട്. അപ്പോഴാണ് രാജി എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ചേച്ചി നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയ ഒരു ജേണിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ഞാനൊരു കലാകാരിയാണ്. തീർച്ചയായിട്ടും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്, അവരോട് തോന്നുന്ന ഒരു അടുപ്പമുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരാളാണ് രാജി. എനിക്ക് എൻ്റെ ഒരു സ്വന്തം അനുജത്തെ പോലെയുള്ള അത്രയും എനിക്ക് ഒരു സന്തോഷമുണ്ട്, അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ രാജിയുടെ ഓരോ വളർച്ചയിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അഭിമാനം തോന്നുന്ന ഒരാളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ചെയ്തൊരു സിനിമയുണ്ട്, ഒരു സിംഗിൾ ആക്ടർ ബൈലിംഗൽ മൂവിയായിരുന്നു. അപ്പോൾ അതിലൊരു സെമി ക്ലാസിക്കലൊരു പീസ് നമ്മളത് ദീപാങ്കുരൻ കമ്പോസ് ചെയ്താണ്. സിതാര പാടിയ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. സിതാര പാടിയല്ല, അതൊരു സ്വാതി തിരുനാൾ കൃതിയായിരുന്നു. ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട്, നമുക്കത് ട്രൈ ചെയ്യാൻ. അങ്ങനെയാണ് രാജീവ് അടുത്ത് ഞാൻ സംസാരിച്ചത്. വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ ചുറ്റപ്പെടുത്തി. ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട്, വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കത് ചെയ്യണം എന്നുള്ളത് രാജി വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു. നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും എടുത്ത എഫേർട്ടിന് തീർച്ചയായിട്ടും ഫലം കിട്ടുന്നു തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് നിങ്ങളുടെ ഒരാളായിട്ട് ഇവിടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വേദിയിലിരിക്കുന്ന എല്ലാവരും അവരവരുടെ മേഖലയിൽ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള മഹത്തായ വ്യക്തികളാണ്. എല്ലാവരും ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. അവരെയൊക്കെ വീണ്ടും കാണാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കലയെ സമീപിക്കുന്ന ഒരു ടീച്ചറെടുത്ത് തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് വിജയങ്ങളിലേക്ക് രാജിക്ക് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.